കോർപ്പറേഷൻ മേയർ ശ്രീ ഒ സദാശിവൻ സാർ അവർക്ക് പുതിയുഗ കലാവേദിയുടെ പേരിൽ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. കോർപ്പറേഷൻ കൗൺസിലർ, 10ാം വാർഡ് കൗൺസിലർ ശ്രീമതി യു രജനി മേഡം അവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. പ്രസിഡന്റ് ശ്രീ ഷിനോദ് കുമാർ വളരെ സന്തോഷപൂർവ്വം അവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹമാണ് ഈ പരിപാടി നിയന്ത്രിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷിനോദ് കുമാറാണ്. ഇന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി, പുതിയുഗയുടെ ജനറൽ സെക്രട്ടറി ശ്രീ അജിത് കുമാർ എസ്, അദ്ദേഹത്തിനും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇനി അനിൽകുമാർ എൻ കെ, പുതിയുഗയുടെ ജനറൽ കൺവീനർ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഇവിടെ ഈ സാംസ്കാരിക പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം. അടുത്തതായി അധ്യക്ഷന് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരും മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചവരുടെയും നിസ്സീമമായ ഈ നാട്ടിലെ നല്ലവരായ കലാസ്നേഹികളുടെയും നിസ്സീമമായ സഹകരണം കൊണ്ടാണ് ഈ ഒരു സാംസ്കാരിക വേദി, ഈ നാടിൻ്റെ ഉയർച്ചയ്ക്കുള്ള ഈ വേദി ഇത്രയും കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സാരഥികൾക്ക് ഇന്നും കഴിഞ്ഞിട്ടുള്ളത്. ഈ ചടങ്ങിൽ റിപ്പോർട്ട് അവതരണമാണ് വേണ്ടിയിരുന്നത്. ഞാൻ അജിത്തിനെ സ്വാധീനിച്ചതാണ്. മറ്റൊരു പരിപാടി സെൻറ്റ് ജോസഫ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം 7 മണിക്ക് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ തന്നെ വൈകി. ഇനി എത്ര മണിക്ക് ഞാൻ അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അല്പം വേഗത്തിൽ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടിയാണ് റിപ്പോർട്ട് അല്പം പിന്നിലാക്കിയിരുന്നത്. നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന അധ്യക്ഷൻ ശ്രീ ഷിനോദ് കുമാർ, റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീ അജിത് കുമാർ എസ്, സെക്രട്ടറി പുതിയുഗ കലാവേദിയുടെ, എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലർ ശ്രീമതി യു രജനി, ശ്രീ അനിൽകുമാർ, ശ്രീ ചന്ദ്രശേഖരൻ തുടങ്ങി കാലങ്ങളായി നമ്മുടെ നാട്ടിലെ പുതിയുഗ കലാവേദിയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ സഹായിക്കുകയും സഹകരിക്കുകയും എല്ലാം ചെയ്തു പോരുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 60 വർഷമായി. എൻ്റെ 2 വയസ്സിലാണ് അങ്ങനെ പറയുന്ന അല്ലേ? അപ്പം എൻ്റെ വയസ്സെത്രയാണെന്നുള്ള പിടികിട്ടും അത്. എനിക്ക് 2 വയസ്സുള്ളപ്പോൾ പുതിയുഗ കലാവേദി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചു. അവിടെ നിന്നിങ്ങോട്ടുള്ള കാലത്ത് ഈ നാട്ടിലെ ഒട്ടേറെ രംഗങ്ങളിൽ, രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത് എല്ലാം ആ കാലത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള നിരവധിയായ ആളുകളുടെ പരിശ്രമം ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടവന്നിട്ടുണ്ട്. വേദിയിൽ നിന്ന് യാത്രയാകുന്നെന്ന് അറിയുന്നു. താങ്ക് യു സർ. അടുത്തതായി പുതിയുഗ കലാവേദിയുടെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് പുതിയുഗ കലാവേദി സെക്രട്ടറി ശ്രീ അജിത് കുമാർ അവരെ ക്ഷണിക്കും.
എല്ലാവർക്കും നമസ്കാരം. 2025-2026 വാർഷിക റിപ്പോർട്ട്. സ്നേഹം നിറഞ്ഞ വിശിഷ്ടാതിഥികളെ, സഹപ്രവർത്തകരെ, പ്രദേശവാസികളെ, 1966 കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച പൊതുയോഗ കലാവേദി അതിൻ്റെ 60ാം വാർഷിക വേളയിൽ എത്തി നിൽക്കുന്ന ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 2025-26 സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. 2025 ഏപ്രിൽ 24 പൊതുയോഗ കലാവേദിയുടെ 69ാം വാർഷികം പൂർവാധികം ഭംഗിയായി കൊണ്ടാടി. പ്രസ്തുത വാർഷികം 10ാം വാർഡ് കൗൺസിലർ ശ്രീ ഒ സദാശിവൻ അവർ ഉദ്ഘാടനം ചെയ്തു. ശ്രീ അമിത് മരത്തപ്പള്ളി IAS ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ 59ാം വാർഷികാഘോഷ സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ ശ്രീ ലക്ഷ്മണൻ മാസ്റ്റർ സ്വാഗതവും മലയാള മനോരമ അഖില കേരള ബാലജനസഖ്യം കോഴിക്കോട് യൂണിറ്റ് രക്ഷാധികാരി ശ്രീ വിനോദ് അവറുകൾ ആശംസകൾ നേർന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. അവസാന പ്രോഗ്രാമായ കോലുമിഠായി എന്ന നാടകത്തോടെ 2025 വാർഷികോത്സവത്തിന് തിരശ്ശീല വീണു. 2025 ഏപ്രിൽ 27-ാം തീയതി വിളിച്ചു ചേർത്ത വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ശ്രീ ഷിനോദ് കുമാറിനെ പ്രസിഡന്റായും, ശ്രീ ജഗന്നാഥൻ വൈസ് പ്രസിഡന്റായും, ശ്രീ വിജീഷ് MP സെക്രട്ടറിയായും, ശ്രീ അഭിലാഷ് കുനിയൽ ജോയിന്റ് സെക്രട്ടറിയായും, ശ്രീ അനിൽകുമാർ K അവറുകളെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. മറ്റു പ്രവർത്തക സമിതി അംഗങ്ങളായി ഭരതൻ, സൈഫുദ്ദീൻ, മധുസൂദനൻ, സന്തോഷ് കുമാർ, പവിത്രൻ, രാധാകൃഷ്ണൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ഇതിൽ കലാവിഭാഗം കൺവീനറായി ശ്രീ രാധാകൃഷ്ണൻ, സ്പോർട്സ് കൺവീനറായി ശ്രീ സൈഫുദ്ദീൻ, ഓഫീസ് സെക്രട്ടറിയായി ഭരതൻ, ഓഡിറ്റർമാരായി ശ്രീ മുഹമ്മദ് മാസ്റ്റർ, അനിൽകുമാർ NK എന്നിവരെയും തെരഞ്ഞെടുത്തു. കൂടാതെ ആർട്സ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനറായി ശ്രീ സുരേഷ് ബാബുവിനെയും, സ്പോർട്സ് കമ്മിറ്റി ജോയിന്റ് കൺവീനറായി ശ്രീ അഭയചന്ദ്രനെയും, പൊതുയോഗ ബാലജനസഖ്യം കൺവീനറായി ശ്രീ പവിത്രൻ, ജോയിന്റ് കൺവീനറായി ശ്രീ അജിത് കുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തുകൊണ്ട് 2025-26 ഭരണസമിതിക്ക് രൂപം നൽകി. പ്രവർത്തന മേഖല ഒറ്റനോട്ടത്തിൽ ശ്രീ സന്തോഷ് കുമാർ TSന്റെ ശിക്ഷണത്തിൽ എല്ലാ ഞായറാഴ്ചകളും ഇവിടെ ചിത്രരചന ക്ലാസുകൾ നടന്നു വരുന്നു. ശ്രീ ഹരിശ്രീ മനോജ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 2 ബാച്ചുകളായി ശാസ്ത്രീയ സംഗീത ക്ലാസ്സിലൂടെ ഒട്ടനവധി കുട്ടികൾ സംഗീതം അഭ്യസിക്കുന്നു. സൗപർണിക കലാക്ഷേത്രം ശ്രീ സന്തോഷ് കുമാർ T അധ്യാപകന്റെ കീഴിൽ എല്ലാ ബുധനാഴ്ചകളിലും ഒട്ടനവധി വിദ്യാർത്ഥികൾ നൃത്തം അഭ്യസിക്കുന്നു. ശ്രീ മോഹൻദാസ്, അർജുൻ എന്നിവരുടെ കീഴിൽ എല്ലാ തിങ്കൾ വ്യാഴ ദിവസങ്ങളിലായി കുട്ടികൾ കരാട്ടെ ക്ലാസുകൾ അഭ്യസിച്ചു വരുന്നു. എല്ലാ ഞായറാഴ്ച ദിനങ്ങളിലും വൈകിട്ട് 5:30 മുതൽ ഒട്ടനവധി കലാകാരന്മാരും കലാകാരികളും ഒത്തുചേർന്ന് അവരുടെ കൂട്ടായ്മയിലൂടെ മുന്നോട്ട് പോകുന്ന കരോക്കെ സായനം. എല്ലാ 2ാം ശനിയാഴ്ചകളിലും മലയാള മനോരമ അഖില കേരള ബാലജനസഖ്യം കോഴിക്കോട് യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 75ഓളം വരുന്ന കൂട്ടുകാരുടെ കൂട്ടായ പങ്കാളിത്തത്തോടെ പുതിയുഗ കലാവേദിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പുതിയുഗ ബാലജനസഖ്യം, വനിതകളുടെ കൂട്ടായ്മയിൽ പ്രവർത്തിച്ചിരുന്ന വനിതാ ഗ്രൂപ്പ്, സാഹിത്യത്തെ പ്രണയിക്കുന്ന ഒട്ടനവധി അംഗങ്ങൾ ചേർന്ന് ഈ വർഷം ആരംഭിച്ച വായനാവേദി എന്നിവയെല്ലാം തന്നെ പുതിയ കലാവേദിക്ക് മാത്രം അവകാശപ്പെടാവുന്ന പ്രവർത്തന മേഖലകളാണ്. 2025 ജൂലൈ മാസത്തിൽ നിലവിലെ സെക്രട്ടറി വിജീഷ്, കലാ കൺവീനർ രാധാകൃഷ്ണൻ എന്നിവർ തങ്ങളുടെ സ്ഥാനം രാജിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ 13/7/2025 ചേർന്ന ജനറൽ ബോഡി യോഗത്തിൽ സെക്രട്ടറിയായി ശ്രീ അജിത് കുമാറിനെയും കലാ കൺവീനറായി ശ്രീ സുനിൽ കുമാർ മൂത്തട്ട് അവരുടെയും തെരഞ്ഞെടുത്തുകൊണ്ട് ചുമതല ഏൽപ്പിച്ചു. ഈ സാമ്പത്തിക വർഷത്തിൽ കലാവേദി കെട്ടിടത്തിന്റെ അറ്റകുറ്റ മരാമത്ത് പണികൾ പൂർത്തീകരിച്ചു. ഒരു വശത്ത് ഇടിഞ്ഞു വീണ മതിൽ പുതുക്കി പണിയുകയും ചെയ്തു. മാത്രമല്ല, അറ്റത്തൊഴിഞ്ഞു കിടന്ന ഒരു മുറി അടച്ചുറപ്പുള്ള ഒരു സ്റ്റോർ റൂമാക്കി പണിതെടുത്തു. അതിലേക്ക് വേണ്ടി കട്ടളപ്പടി, റെഡിമെയ്ഡ് വാതിൽ, ടൈൽസുകൾ, വാഷ് ബേസിൻ എന്നിവ സംഭാവനയായി ലഭിച്ചു. ഇവ നൽകിയവർക്ക് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഭാഗികമായി പെയിന്റിംഗ് പണികൾ പൂർത്തീകരിച്ചു. കലാവേദിക്ക് വേണ്ടി അത്യാവശ്യം വേണ്ട സ്റ്റീൽ പാത്രങ്ങൾ, ഇലക്ട്രിക് കെറ്റിൽ എന്നിവ വാങ്ങുകയും ചെയ്തു. ഇനിയും കുറച്ചു ഭാഗം ടൈൽസ് പാകുവാനും ഷീറ്റിടുവാനും മുൻവശം അതിൽ പുതുക്കി പണിയുവാനുമുള്ള പണികൾ ബാക്കി നിൽക്കുന്നു. 2025 ഏപ്രിൽ 1 മുതൽ 2026 മാർച്ച് മാസം 31 വരെ 8 ജനറൽ ബോഡി യോഗങ്ങളും 8 പ്രവർത്തക സമിതി യോഗങ്ങളും, വനിതാ യോഗങ്ങൾ, കരാക്കെ യോഗം, നൃത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ യോഗം, വായനാ കളരി യോഗം, മറ്റു വാർഷികാഘോഷ വിവിധ കമ്മിറ്റി യോഗങ്ങളും വിളിച്ചു ചേർക്കുവാൻ സാധിച്ചു. അതിൻ പ്രകാരം നാളിതുവരെ കലാവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകി പ്രവർത്തിച്ചു വരുന്നു. 2025-26 വർഷത്തെ പ്രവർത്തനങ്ങൾ. ഏപ്രിൽ 21-ാം തീയതി 59ാമത് വാർഷികാഘോഷം പൂർവാധികം ഭംഗിയായി ആഘോഷിച്ചു. 2025 ജൂൺ മാസം 1-ാം തീയതി 59ാം വാർഷികാഘോഷത്തിന്റെ അവലോകന യോഗം നടത്തുകയും വാർഷികത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു. ജൂലൈ മാസത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ആഭിമുഖ്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇതിൽ ഏകദേശം 78ഓളം വ്യക്തികൾ നേരിട്ടെത്തി ഈ അവസരം വിനിയോഗിച്ചു. എന്നാൽ വീടിന് പുറത്തിറങ്ങാൻ സാധിക്കാതിരുന്ന 18ഓളം വ്യക്തികളുടെ വീടിൽ ചുമതലപ്പെട്ടവരെ കൊണ്ടുപോയി മസ്റ്ററിംഗ് ക്യാമ്പ് കൂടുതൽ ഗുണകരമാക്കി. ഇതിനോട് സഹകരിച്ച കലാവേദി പ്രവർത്തകർ, വനിതാ ഗ്രൂപ്പ് അംഗങ്ങൾ, ബാലജനസഖ്യം കൂട്ടുകാർ, നിയുക്ത ഓഫീസർമാർ എന്നിവർക്ക് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓഗസ്റ്റ് മാസത്തിൽ 2024-25 വർഷത്തിൽ
SSLC +2 മറ്റിതര മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 24 വിദ്യാർത്ഥിനികളെ അനുമോദിക്കുന്നതിനായി ഒരു അനുമോദന യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൽ 23 പേരും അനുമോദന യോഗത്തിൽ നേരിട്ട് പങ്കെടുത്ത് സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നാട്ടിക ശ്രീനാരായണ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീ വൈശാഖെ അവർ നിർവഹിച്ചു. നമ്മുടെ നാട്ടുകാരിയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോഴിക്കോട് ജില്ലാ അംഗവും ഫാമിലി കൗൺസിലറുമായ ശ്രീമതി സ്മിത KB അവർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷം കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഈ വർഷവും 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രസിഡന്റിന്റെ അഭാവത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീ ജഗന്നാഥൻ അവർ പതാക ഉയർത്തി. തുടർന്ന് ബാലജനസഖ്യം കൂട്ടുകാരുടെയും കരോക്ക കൂട്ടായ്മയുടെയും പരിപാടികൾ നടന്നു. കൂട്ടായ സഹായ സഹകരണങ്ങളോടെ എത്തിച്ചേർന്ന് ഏവർക്കും മധുരം നൽകി. ഇതിന് സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാ വ്യക്തികൾക്കും കലാവേദി പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നവരാത്രി ആഘോഷം ഈ വർഷം നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ശ്രീ സകലേശ്വരി ക്ഷേത്രത്തിൽ പുതിയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യയും സംഗീത ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ സംഗീത സദസ്സും അരങ്ങേറി. തുടർന്ന് എല്ലാ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സ്നേഹോപഹാരം നൽകുകയും പുതിയ കലാവേദിയെ സദസ്സിൽ ആദരിക്കുകയും ചെയ്തു. ഇതിന് അവസരമൊരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികളുടെ ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. മഹാനവമി ദിനത്തിൽ പുതിയ കലാവേദിയിൽ നൃത്തം, സംഗീതം, ചിത്രരചന, കരാട്ടെ എന്നീ ക്ലാസ്സുകളിലേക്കുള്ള പുതിയ ബാച്ചിൻ്റെ പ്രവേശനോത്സവം നടത്തുകയുണ്ടായി. ഈ വർഷവും വളരെയധികം കുട്ടികൾ പുതിയ ബാച്ചിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. എല്ലാ ക്ലാസ്സുകളും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. 60ാം വാർഷിക സ്വാതന്ത്ര്യ രൂപീകരണം ഒക്ടോബർ മാസം കൂടിയ പൊതുയോഗത്തിൽ 60ാം വാർഷികം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിലേക്കായി പ്രദേശവാസികൾ ഉൾപ്പെട്ട സ്പോർട്സ് കമ്മിറ്റിക്കും വാർഷികത്തിനായി സ്വാഗത കമ്മിറ്റിക്ക് രൂപം നൽകി. സ്പോർട്സ് കമ്മിറ്റി ചെയർമാനായി ശ്രീ ദാസൻ അവர்களെയും കൺവീനറായി ശ്രീ സൈഫുദ്ദീൻ അവர்களെയും തെരഞ്ഞെടുത്തു. വാർഷികാഘോഷ സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാനായി ശ്രീ ചന്ദ്രശേഖരൻ അവர்களെ തെരഞ്ഞെടുത്തു. അതിനു പുറമെ തുടർ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാൻ സ്പോർട്സ് കമ്മിറ്റി, പബ്ലിസിറ്റി കമ്മിറ്റി, ആർട്സ് കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി എന്നിവയ്ക്ക് രൂപം നൽകി. ഈ വാർഷികാഘോഷം വിജയകരമാക്കുവാൻ പരസ്യം നൽകിയും സംഭാവനകൾ നൽകിയും മറ്റ് സേവനങ്ങൾ നൽകി സഹായിച്ച സ്ഥാപനങ്ങൾ, വ്യക്തികൾ, കലാവേദി പ്രവർത്തകർ, പ്രദേശവാസികൾ എന്നിവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കായികമേള 2025 ഡിസംബർ 28 കലാവേദിയുടെ കായികമേള ഈ ഗ്രൗണ്ടിൽ അരങ്ങേറി. നഴ്സറി, LP, UP, ഹൈസ്കൂൾ, വനിതാ വിഭാഗം, പുരുഷ വിഭാഗം എന്നീ വിഭാഗങ്ങളിലായി 28 മത്സര ഇനങ്ങളായി ഒട്ടനവധി പേർ മത്സരത്തിൽ പങ്കെടുക്കുകയും ശ്രീലളിതരായി മടങ്ങുകയും ചെയ്തു. 10ാം വാർഡ് കൗൺസിലർ രജനി അവർ കായിക മേള ഉദ്ഘാടനം ചെയ്തു. ബാലജനസഖ്യം കൂട്ടുകാർ ശ്രീമതി വത്സല ടീച്ചർ അവരുടെ ശിക്ഷണത്തിൽ മാർച്ച് പാസ്റ്റ് നടത്തി. അന്നേ ദിവസം രാവിലെ നടന്ന മാരത്തോൺ മത്സരത്തിൽ ഏകദേശം 20ഓളം കുട്ടികളും 8ഓളം മുതിർന്നവരും പങ്കെടുത്തു. കമ്പവലി, ഓലമടയൽ മത്സരം എന്നിവ കായികമേളയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. അന്നേ ദിവസം തന്നെ വിജയികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ഈ കായികമേള ആഘോഷമായി മാറ്റാൻ സഹകരിച്ച വനിതാ വിഭാഗം പ്രവർത്തകർ, കലാവേദി പ്രവർത്തകർ, പ്രദേശവാസികൾ, സമ്മാനങ്ങൾ നൽകി സാമ്പത്തിക സഹായം നൽകിയും സഹകരിച്ചവർ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അമരക്കാരനായി മുൻ സ്റ്റേറ്റ് ഫുട്ബോൾ താരവും നീണ്ട 30 വർഷത്തെ KSRTC സേവനവും പൂർത്തീകരിച്ചു നമ്മുടെ എല്ലാം മുന്നിൽ ഓടിയെത്തുന്ന ഒരേ ഒരു വ്യക്തിയാണ് നമ്മുടെ എല്ലാം ദാസേട്ടൻ എന്ന് വിളിക്കുന്ന P. ദാസൻ അവർ. എന്തും കലാവേദിയുടെ സ്പോർട്സ് ദാസേട്ടൻ്റെ കൈകളിൽ ഭദ്രം. ഈ അവസരത്തിൽ അദ്ദേഹത്തിനെ സ്പോർട്സ് അസിസ്റ്റ് ചെയ്യാൻ ആത്മാർത്ഥമായി അക്ഷീണം പ്രയത്നിച്ച അബ്ദുൾ അസീസ്, ശ്രീമതി വത്സല ടീച്ചർ എന്നിവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം പുറമെ പ്രസ്തുത സ്റ്റേഡിയം ഗ്രൗണ്ട് കായികമേളയ്ക്ക് മുൻപ് തന്നെ കാടുകൾ വെട്ടിത്തെളിച്ചും പുല്ല് വെട്ടിമാറ്റിയും വൃത്തിയാക്കി അതിന് നേതൃത്വം നൽകിയ കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം മേധാവികൾക്കും അതിന് മേൽനോട്ടം വഹിച്ച വാർഡ് കൗൺസിലർക്കും വൃത്തിയാക്കിയ തൊഴിലാളികൾക്കും തൊഴിലുറപ്പ് സഹോദരിമാർ, ഹരിതകർമ്മസേന പ്രവർത്തകർ എന്നിവർക്കും പുതിയ കലാവേദിയുടെ പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. വായനാവേദി പുതിയ കലാവേദിയിൽ ഒരു വായനാവേദി കൊണ്ടുവരണമെന്നൊരു ആശയം ഒരംഗം മുന്നോട്ട് കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ ബോഡി അംഗീകാരത്തോടെ വായനാവേദിക്ക് രൂപം നൽകുന്നതിന് വേണ്ടി ഡിസംബർ മാസം 25-ന് ഒരു കൂട്ടം വ്യക്തികളുടെ മേൽനോട്ടത്തിൽ യോഗം ചേരുകയും പുതിയ കലാവേദിയുടെ വായനാവേദിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. വായന ഇഷ്ടപ്പെടുന്നവരും വായനാശീലം കൂട്ടുന്നതിനും വേണ്ടി കൂടുതൽ വ്യക്തികളും വിദ്യാർത്ഥികളും ഈ വായനാവേദിയിൽ അംഗത്വമെടുത്ത് അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഭാവി തലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും കലാവേദിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. 2026 ജനുവരി മാസത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതിയുഗ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ നൃത്തസന്ധ്യയിൽ പങ്കെടുക്കുകയും അവർക്ക് സന്തോഷ് മാസ്റ്റർ സ്നേഹോപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. മുൻകാല വർഷങ്ങളിലെ പോലെ ഈ വർഷവും മാർച്ച് മാസത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പുതിയ കലാവേദി സംഘടിപ്പിച്ച നികുതി ക്യാമ്പ് ഒട്ടനവധി പേർ ഉപയോഗപ്പെടുത്തിയതിനുള്ള നന്ദി അറിയിക്കുന്നു. 2025 മാസം മുതൽ കോഴിക്കോട് നിയോജക മണ്ഡലത്തിലെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടുന്ന ബൂത്തുകളിലെ എന്യൂമറേഷൻ ഫോം വിതരണം, അത് സ്വരൂപിക്കൽ, എപ്പിക് കാർഡ് വിതരണം, മറ്റു പ്രവർത്തനങ്ങൾ വളരെയധികം ദിനങ്ങൾ കലാവേദിയും അതിൻ്റെ പ്രവർത്തകരും പ്രസ്തുത ഓഫീസേഴ്സുമായി കലാവേദിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചു. അതിനുവേണ്ടി ഒട്ടനവധി ദിനങ്ങൾ സേവന പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച് പ്രവർത്തിച്ച എല്ലാ അംഗങ്ങൾക്കും അവിടെ എത്തിച്ചേർന്ന് സഹകരിച്ച ഓഫീസേഴ്സിനും വോട്ടർമാർക്കും ഈ അവസരത്തിൽ കലാവേദിയുടെ നന്ദി അറിയിക്കുന്നു.
10ാം വാർഡിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപിങ്ങുമായി ബന്ധപ്പെട്ട ചില പരാതികൾ കലാവേദിയുടെ ശ്രദ്ധയിൽ വരികയും അതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഞങ്ങൾക്ക് ലഭിക്കുകയുമുണ്ടായി. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുവേണ്ട നടപടികൾ എത്രയും വേഗം എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. കൗൺസിലറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുവേണ്ട ക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അറിയിച്ചിട്ടുണ്ട്. പുതിയുഗ ബാലൻസ് സഖ്യം കൊറോണ എന്ന മഹാമാരിയെ തുടർന്ന് പ്രവർത്തനം മന്ദീഭവിച്ച നിലയിൽ നിന്ന് 2025-26 വർഷം ഉണർന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചു. മലയാള മനോരമ അഖില കേരള ബാലജനസഖ്യം കോഴിക്കോട് യൂണിറ്റിൽ 75 കുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സഖ്യ യൂണിറ്റാണ് നമ്മുടെ പുതിയുഗ ബാലജനസഖ്യം. പ്രവർത്തനങ്ങളും നേട്ടങ്ങളും മനോരമ കോഴിക്കോട് യൂണിറ്റ് ജൂൺ മാസം സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ പോസ്റ്റർ മത്സരത്തിൽ ഇവിടെ നിന്നും 5 കുട്ടികൾ മത്സരിക്കുകയും 2 പേർ വിജയം കൈവരിക്കുകയും ചെയ്തു. USS സ്കോളർഷിപ്പ് നേടിയ ആദ്യാഷിന നിയതി എന്നീ കൂട്ടുകാരെ അനുമോദിച്ചു. വയനാട് നടന്ന ദ്വിദിന ക്യാമ്പിൽ ഇവിടെ നിന്നും 5 കുട്ടികൾ പങ്കെടുക്കുകയും അതിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. കോഴിക്കോട് മനോരമ ഓഡിറ്റോറിയത്തിൽ നടന്ന കോഴിക്കോട് യൂണിറ്റ് ക്യാമ്പിൽ 15ഓളം കുട്ടികൾ ഇവിടെ നിന്ന് മാത്രം പങ്കെടുത്തു. അത് അവർക്ക് ഒരു വ്യത്യസ്ത ഉണർവ് നൽകിയതായി കുട്ടികൾ തന്നെ അഭിപ്രായപ്പെടുകയുണ്ടായി. ഇവിടെ പുതിയുഗ ബാലജനസഖ്യത്തിൽ ജൂൺ മാസം നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യാഷിനായി പ്രസിഡന്റായും പാർവണ സെക്രട്ടറിയായും സാനന്ദ് ഖജാജിയായും 8-അംഗ പ്രവർത്തക സമിതിയെ തെരഞ്ഞെടുത്തു. മാത്രമല്ല കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കുട്ടികളുടെ കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുന്നതിനും ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ബാലജനസഖ്യം രക്ഷിതാക്കളായ ശരണ്യ ഷിനോയ്, അശ്വതി KP എന്നിവരെയും തെരഞ്ഞെടുത്തു. വളരെ നല്ല രീതിയിൽ തന്നെ ബാലജനസഖ്യത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വായനാ ദിനത്തോട് അനുബന്ധിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. സെപ്റ്റംബർ മാസം മനോരമ സംഘടിപ്പിച്ച പ്രസംഗ പരിശീലന ക്യാമ്പിൽ ഇവിടെ നിന്നും 8 കൂട്ടുകാർ പങ്കെടുത്തു. ആ ക്യാമ്പ് കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്നറിഞ്ഞതിലുള്ള സന്തോഷം കുട്ടികളോടൊത്ത് ഞങ്ങളും പങ്കുവയ്ക്കുന്നു. ഈ വർഷത്തെ ഓണാഘോഷം പൂക്കളമൊരുക്കി കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് വിപുലമായി ആഘോഷിച്ചു. അതോടനുബന്ധിച്ച് സ്നേഹോപഹാരങ്ങളും എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും നൽകി. ഒക്ടോബർ മാസത്തിൽ പുതിയ കലാവേദിയിൽ ദീപപ്രഭയൊരുക്കി കൂട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് ദീപാവലി ആഘോഷിച്ചു. കോഴിക്കോട് മനോരമ സംഘടിപ്പിച്ച വിദ്യാരംഭം 2025 പ്രത്യേക ക്ഷണപ്രകാരം പുതിയുഗ ബാലജനസഖ്യത്തിനെ പ്രതിനിധീകരിച്ച് ആദ്യ ഷിനോയ്, അതുല്യ ഷിനോദ് എന്നീ കൂട്ടുകാർ പങ്കെടുക്കുകയും സുത്യർഹ സേവനത്തിനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങുകയും ചെയ്തു. ഡിസംബർ മാസം മനോരമ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ കൂട്ടുകാർ പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. 2026 ജനുവരി മാസം സംഘടിപ്പിച്ച അഖില കേരള ബാലജനസഖ്യം സംസ്ഥാന സർഗോത്സവത്തിൽ ഒട്ടനവധി കൂട്ടുകാർ ഇവിടെ നിന്നും പങ്കെടുത്ത് വിജയികളായി. മലയാള മനോരമ ഫെബ്രുവരി മാസത്തിൽ സംഘടിപ്പിച്ച അഖില കേരള ബാലജനസഖ്യം കോഴിക്കോട് യൂണിറ്റ് തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറിയായി പുതിയുഗ ബാലജനസഖ്യത്തിലെ ആദർശ് മേഖലാ സഭാംഗമായി ഐശ്വര്യ രാജ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സിറ്റി സർവീസ് സഹകരണ ബാങ്ക്, തടമ്പാട്ടുതാഴം മെഡ്വേദ് ഹോസ്പിറ്റൽ, മൈജി എന്നിവരുടെ സ്പോൺസർഷിപ്പിലൂടെ എല്ലാ കൂട്ടുകാർക്കും ടീഷർട്ട് നൽകി. സ്പോൺസർമാർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അഖില കേരള ബാലജനസഖ്യത്തിലൂടെ കേരളത്തിലെ 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ പൊതുരംഗത്തേക്ക് ആതുര സേവനത്തിലൂടെ വളർത്തിക്കൊണ്ടുവരുവാനും മലയാള മനോരമ ഒട്ടനവധി കാര്യങ്ങൾ ബാലജനസഖ്യം എന്ന കുട്ടികളുടെ സംഘടനയിലൂടെ ചെയ്തു വരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്വയം സേവകനായി കോഴിക്കോട് യൂണിറ്റ് രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന ശ്രീ വിനോദ് സാറിനും മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന രാജേഷ് സാറിനും മറ്റ് സഹപ്രവർത്തകർക്കും പുതിയ കലാവേദിയുടെ പേരിലും പുതിയ ബാലജനസഖ്യത്തിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. പ്രിയരെ, ഇപ്പോൾ നമ്മൾ 60ാം വാർഷിക രാവിലാണ്. ഇന്നലെ നടന്ന പരിപാടികൾ, ഇന്ന് നടന്നതും ഇനി നടക്കാനിരിക്കുന്ന പരിപാടികളിലും ഒട്ടനവധി പേരുടെ കഠിന പ്രയത്നമുണ്ട്. അവർക്ക് വേണ്ടി പ്രയത്നിച്ച അധ്യാപകന്മാർ, ഒരു കൂട്ടം രക്ഷിതാക്കൾ, വനിതാ പ്രവർത്തകർ, ഓരോരുത്തർക്കും ഞങ്ങൾ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ 30ഓളം കലാകാരന്മാരെ അണിനിരത്തി 2 നാടകങ്ങൾ ഈ അരങ്ങിൽ കളിക്കുവാൻ വേണ്ടി ആവോളം പ്രയത്നിച്ച എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ സുധീർ പറമ്പിൽ അവർക്കും അദ്ദേഹത്തോടൊപ്പം അഹോരാത്രം സഹകരിച്ച കലാവേദി പ്രവർത്തകർക്കും ഇതിനുവേണ്ടി 2 മാസത്തോളം സെറ്റിട്ട് പ്രാക്ടീസിന് വേണ്ടി വേദിയൊരുക്കി തന്ന രാധേച്ചിയോടും കുടുംബാംഗങ്ങളോടും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. കൂടാതെ കലാവേദിയെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രദേശവാസികൾ, അവരിലൂടെയാണ് ഞങ്ങളുടെ പ്രചോദനം. എന്തിനും ഏതിനും കൂട്ടായി നിൽക്കുകയും സാമ്പത്തിക സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്ത് ഏവർക്കും ഞങ്ങൾ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. സാമ്പത്തിക നില 2025 ഏപ്രിൽ നടന്ന വാർഷികോത്സവം 2024-25 ഓപ്പണിംഗ് ബാലൻസ് ആൻഡ് ക്യാഷ് ബാലൻസ് ഉൾപ്പെടെ 7,12,128.47 രൂപ വരവ് ലഭിക്കുകയും അതിൽ 2025 മാർച്ച് മാസത്തിൽ 59,327 രൂപ ബാങ്ക് ബാലൻസും റൊക്കം കൈവശം 2,592.47 രൂപയും ഉൾപ്പെടെ ആകെ ചെലവ് 6,54,978.47 കിഴിച്ച് ബാക്കി വന്ന തുകയായ 57,150 രൂപ 2025 ഏപ്രിൽ മാസം ബാങ്കിൽ അടച്ചിട്ടുള്ളതുമാകുന്നു.
ഏതൊരു സ്ഥാപനത്തിനെയും ഉയർച്ചയ്ക്ക് കാരണം അതിൻ്റെ പ്രവർത്തക സമിതിയും അവരെ നയിക്കുന്ന അംഗങ്ങളുമാണല്ലോ. കൂടാതെ എന്തിനും ഏതിനും കൂട്ടായി നിൽക്കുന്ന കരോക്കെ ടീം, വനിതാ ഗ്രൂപ്പ്, ബാലസഖ്യ യൂണിറ്റ്, നമ്മുടെ കൂടെ കലാവേദി പ്രദേശവാസികളും ഏവർക്കും ഞങ്ങളുടെ കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. കലാവേദിയുടെ മൺമറഞ്ഞുപോയ കുടുംബാംഗങ്ങൾ, 2025-6 ഒട്ടനവധി കുടുംബാംഗങ്ങൾ, സ്നേഹിതർ ഈ പ്രദേശത്ത് നിന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവരെയെല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഓരോരുത്തർക്കായി ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. 2025-26 വർഷം ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തോടെ ഒരു പരിധിവരെ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൻ്റെയും മുകളിൽ സൂചിപ്പിച്ച പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഏവരുടെയും അംഗീകാരത്തിനായി പുതിയുഗ കലാവേദിക്ക് വേണ്ടി ഇതിനാൽ സമർപ്പിക്കുന്നു. പുതിയുഗ കലാവേദിക്ക് വേണ്ടി സെക്രട്ടറി അജിത് കുമാർ. താങ്ക് യു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പുതിയുഗ കലാവേദിയുടെ പ്രസിഡന്റ് ഷിനോദ് കുമാർ, നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവേട്ടൻ, സ്വാഗതം ആശംസിച്ച ചന്ദ്രശേഖരേട്ടൻ, റിപ്പോർട്ട് അവതരിപ്പിച്ച അജിത് കുമാർ, നന്ദി ആശംസിക്കുന്ന അനിൽകുമാർ, മറ്റു വേദിയിലോ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പുതിയുഗ കലാവേദിയുടെ 60ാം വാർഷികാഘോഷമാണില്ലേ 2 ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്നത്. ശനിയാഴ്ച ഇന്നലെ കുട്ടികളുടെ കലാപരിപാടികളും ഇന്ന് മുതിർന്നവരുടെ കലാപരിപാടികളും അതിൽ നാടകവും ഉൾപ്പെടുന്നുണ്ട് അല്ലേ. ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ആ കലാപരിപാടികൾ കാണുവാനും ആസ്വദിക്കുവാനും വന്നവരാണ്. പുതിയ കലാവേദിയെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറയേണ്ട ഒരാവശ്യവുമില്ല. കാരണം നമ്മുടെ വേങ്ങേരി പ്രദേശത്ത് ഒരുപാട് കലാകായിക പ്രേമികളെ വളർത്തിയെടുക്കുന്നതിൽ പുതിയ കലാവേദി വളരെ നല്ല പങ്കാണ് വഹിച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഇവിടെ ഡാൻസ് ക്ലാസ്, ചിത്രരചന, മറ്റ് പല സാംസ്കാരിക പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൂടെയാണ്, ഈ പുതിയ കലാവേദിയിലൂടെയാണ് നമ്മുടെ പ്രദേശത്തുകാർ പല മേഖലകളിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നഗര പിതാവ് കൂടിയായ മേയർ ശ്രീ സദാശിവൻ, അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ആശംസ നേർന്ന നമ്മുടെ 10-ാം വാർഡിൻ്റെ പ്രിയങ്കരിയായ കൗൺസിലർ യു രജനി, അതേപോലെ വേദിയിലിരിക്കുന്ന നമ്മുടെ ചെയർമാൻ ചന്ദ്രശേഖരൻ, മറ്റ് സഹൃദയരായ നാട്ടുകാരെ, കലാപ്രേമികളെ, ബാലജനസംഘം പ്രവർത്തകരെ, മറ്റ് ഇതുമായി സഹകരിച്ച നല്ല ഇതിൻ്റെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഇന്ന് 60ാം വാർഷികം നടക്കുന്ന പുതിയ കലാവേദിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതുവരെ നേടിയെടുത്ത കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മുൻപ് സംസാരിച്ച, നമ്മുടെ ആശംസ അറിയിച്ച നമ്മുടെ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. കൂടാതെ എൻ്റെ ദൗത്യം നന്ദി പറയലായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ നമ്മുടെ സെക്രട്ടറി ഇവിടെ ഓരോ ഘട്ടങ്ങളായി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ ഈ സാംസ്കാരിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയത് നമ്മുടെ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മേയർ ഒ സദാശിവൻ അവരുകളായിരുന്നു. അദ്ദേഹത്തിന് തിരക്കുകൊണ്ടാണ് പെട്ടെന്ന് പോയത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും പുതിയ കലാവേദിയുടെ പ്രവർത്തകർക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ തന്നെ താങ്ക് യു സർ. അടുത്തതായി ഈ വേദിയിൽ ആദ്യത്തെ ഇനമായ